ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ കാരമൽ പോപ്കോൺ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ മെയിൻലി കാരമൽ പോപ്കോൺ കഴിക്കാറുള്ളത് ഫിലിമിനൊക്കെ പോകുന്ന സമയത്തായിരിക്കത്തില്ലേ? അപ്പോൾ അത് സെയിം ടേസ്റ്റിലും പിന്നെ അതുപോലെ തന്നെ സെയിം ക്രിസ്പി ടെക്സ്ചറിലും വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇതങ്ങനെ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമേ അല്ല ട്ടോ. നല്ല സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ഒരു 1/2 കപ്പ് കോൺ സീഡ്സ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അത് നല്ലതുപോലെ ചൂടാകുമ്പോഴത്തേക്കിനും അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺസ് ഓഫ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഒഴിച്ചേക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. നമ്മൾ വെളിച്ചെണ്ണയൊന്നും എടുക്കുന്നില്ല ഇതിനകത്ത്. അങ്ങനെ ആ ഒരു വെളിച്ചെണ്ണയുടെ ഫ്ലേവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്കിനും അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കോൺ സീഡ്സ് ഇട്ട് കൊടുക്കും. ഈ കോൺ സീഡ്സ് നമുക്ക് ഇങ്ങനെ തന്നെ കടയിൽ വാങ്ങാനായിട്ട് കിട്ടും, ടിന്നിൽ കിട്ടും. ഈ സീഡ്സ് ഈ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. ഈ ഓയിൽ സീഡിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇത് പോപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഇത് താഴെയൊന്നും പിടിക്കുകയൊന്നും ചെയ്യുകയൊന്നും ചെയ്യരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ പാൻ അടച്ച് വെച്ചിട്ട് ഒരു കുറച്ച് നേരം നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇത് നല്ലതുപോലെ പോപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. നമുക്ക് നല്ല ടപ്പാന്നുള്ള സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. ഇത് പോപ്പ് ചെയ്യുന്ന സമയത്തൊന്നും ഇതിൻ്റെ ഫ്ലെയിം കുറയ്ക്കുകയൊന്നും വേണ്ട. അത് അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കുന്നത്. ഈ പോപ്പിംഗ് സ്റ്റോപ്പായി അതിൻ്റെ ആ ഒരു സ്പീഡ് കുറയുന്ന സമയത്ത് മാത്രം നമ്മൾ തീയുടെ ഒരു ഫ്ലെയിമിൻ്റെ സ്പീഡ് കുറച്ചാലും മതി. നമ്മൾ ഇട്ട് കൊടുത്ത ആ എല്ലാ സീഡ്സും നല്ലതുപോലെ പോപ്പായിട്ടുണ്ട്, നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ ഞാനൊരു ട്രേയിലേക്ക് മാറ്റുവാണ്. കാരണം ഇത് ട്രേയിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഒഴിക്കാനുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ കാരമൽ വേണ്ട എന്നുള്ളവർക്ക് ഇങ്ങനെയും കഴിക്കാം കേട്ടോ. ഈ സോസ് ആഡ് ചെയ്യാതെ വെറുതെ അങ്ങനെ പോപ്കോൺസ് മാത്രമായിട്ട് മതി എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആ സോസ് ആഡ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഇതിപ്പോൾ കുട്ടികൾക്കാണല്ലോ കൂടുതലും ഇഷ്ടമായിട്ടുള്ളത് കാരമൽ പോപ്കോണൊക്കെ. അപ്പോൾ ആ പോപ്കോൺ മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ അതിലേക്ക് ഒഴിക്കാനുള്ള സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സെയിം പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ബട്ടർ ഇവിടെ നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺസ്, ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചേക്കുന്നത്. അതും നമ്മളുടെ അളവനുസരിച്ച്, അതായത് ഒരുപാട് സോസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടാം. ഈ കാരമൽ പോപ്കോൺ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ചെറിയ ഒരു കുറച്ച് അവിടെ ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രം ഒരു സ്വീറ്റ്നെസ് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സോസിൻ്റെ അളവ് കുറയ്ക്കാം. അതേസമയം നമുക്ക് എല്ലാ പോപ്കോണും നല്ലതുപോലെ കോട്ടിംഗ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ഏറെ സോസ് വേണ്ടി വരുമല്ലോ. ഇനി ഈ ബട്ടർ മെൽറ്റായി കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യും. പഞ്ചസാര പൊടിക്കാതെയും ആഡ് ചെയ്യാം, പക്ഷെ പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഇത്രയും പോപ്കോണിന് ഒരു 1/4 കപ്പെങ്കിലും പഞ്ചസാര വേണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് മുതൽ ഒരു 1 കപ്പിൻ്റെ ഇടയ്ക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. കുറച്ച് ഏറെ സോസ് ഇരുന്നോട്ടെ, എല്ലാത്തിലുമൊക്കെ ഒന്ന് കവറായിരുന്നോട്ടെ വിചാരിച്ചിട്ട്. എന്നിട്ട് അതൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഈ ബട്ടർ ആ പഞ്ചസാരയിലൊക്കെ ചേർന്ന് ഇനി അത് തനിയെ മെൽറ്റ് ആവാനായിട്ട് തുടങ്ങും. നമുക്ക് അന്നേരം കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം കുറച്ചൊന്ന് മീഡിയത്തിലാക്കണം കേട്ടോ. ഹൈയിലിട്ട് കഴിഞ്ഞാൽ ഇത് മെൽറ്റ് ആവുന്നതിന് പകരം പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോവും. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് പൗഡർ ഞാനൊരു 1/4 ടീസ്പൂണൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ. ഇപ്പോൾ ഒരുവിധം സോസ് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോപ്കോണില്ലേ, അത് സ്ലോലി ഈ സോസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. അപ്പോൾ എല്ലായിടത്തും ആ പോപ്കോണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ സോസ് എത്തിച്ചേരണം, അത്രയേ ഉള്ളൂ. നമ്മുടെ കാരമൽ സോസ് ഈ പോപ്കോണിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഞാൻ ട്രേയിലേക്ക് മാറ്റുവാണ്. എന്നിട്ട് ബാക്കി എന്തെങ്കിലും നമ്മളുടെ പാനിൽ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതുമൊക്കെ ജസ്റ്റ് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റൊക്കെ ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കണം. അപ്പോൾ തന്നെ അതിൻ്റെ ചൂടങ്ങ് പോയിട്ടുണ്ടാവും. ഈ 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഇതൊക്കെ തണുത്തിട്ടുണ്ടാവും. അതുപോലെ ആ സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും.
കണ്ടോ, നമ്മുടെ ക്രഞ്ചി പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇത് കൂടുതലും കുട്ടികൾക്കാണ് ഇഷ്ടമായിട്ടുള്ളത്. എന്നിരുന്നാലും മുതിർന്നവരും ഇങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ഇത്. നമ്മൾ എപ്പോഴും വിചാരിക്കും ഫിലിമിനൊക്കെ പോകുമ്പോഴത്തേനും അവിടെ മാത്രമേ കിട്ടുള്ളൂ എന്ന് കരുതുന്ന ഒരു സാധനമാണ്. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രഞ്ചി പോപ്കോണാണ്. നമ്മൾ വീട്ടിലിരുന്ന് ഫിലിം കാണുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ഒരു കാരമൽ പോപ്കോൺ ഒക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് ഫിലിം കാണാനൊക്കെ ഇരിക്കുവാണെങ്കിൽ അതൊരു ഹാപ്പി ഫീൽ അല്ലേ. ഇപ്പോൾ കാരമൽ സിറപ്പൊക്കെ ഈ പോപ്കോണിൽ എല്ലായിടത്തും നല്ലതുപോലെ കവർ ചെയ്തതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കളറും ഒക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ടേസ്റ്റും നല്ല അടിപൊളിയാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതെല്ലാം തന്നെ ഡ്രൈ ആയിട്ടുണ്ടാവും. അതുപോലെ തണുത്തിട്ടുമുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ ക്രീമി കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ചൊന്ന് പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതൊന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് വിടിയിച്ചു കൊടുക്കാം. നമ്മൾ കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് ഞാൻ ഒരു പ്രാവശ്യം നമ്മളുടെ ഫ്രിഡ്ജ് ഓർഗനൈസിങ്ങിന്റെ ഭാഗം കാണിച്ചപ്പോഴത്തേനും അവിടെ നമ്മളുടെ പോപ്കോണിന്റെ ഈ കവർ, ഈ പോപ്കോൺ കഴിക്കാനായിട്ടുള്ള ഈ കവർ അവിടെ ഫ്രീസറിൽ വെച്ചേക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആ സെയിം കപ്സ് ആണ് കേട്ടോ. അപ്പം അതിലേക്ക് നമ്മൾ എടുത്ത് കുറച്ച് സെർവ് ചെയ്യുവാണെങ്കിൽ കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുത്തതെന്ന് അവർക്കൊട്ടും ഫീൽ ചെയ്തില്ല, അവർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ. ഒരു കാര്യം മാത്രം നോക്കണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഷുഗറിന്റെ അളവാണ്. ഇതിപ്പം ഇത്രയും തന്നെയൊക്കെ കോട്ടിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ച ആ സെയിം അളവ് തന്നെ എടുക്കാം. പക്ഷെ അത് വേണ്ട, ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ മാത്രം കോട്ടിങ് മതി. അങ്ങനെ ഒരുപാട് മധുരമൊന്നും വേണ്ട. കുറേ പോപ്കോൺസ് ഒക്കെ ഇങ്ങനെ വൈറ്റ് ആയിട്ട് തന്നെ കിടന്നോട്ടെ എന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാരയുടെ അളവ് കുറച്ചാലും മതി. ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ സെയിം ടെക്സ്ചറിലും സെയിം ടേസ്റ്റിലും ഒക്കെ തന്നെ കേട്ടോ കിട്ടുന്നത്. ഒരു ഡിഫറൻസ് അറിയാനേ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കമൻസ് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.